ചിത്രേ ചിത്രേ നീ കളിക്കാൻ വരുന്നുണ്ടോ? ദൈവമേ, നാളെയല്ലേ 1-ാം തീയതി. എന്താ മമ്മി 1-ാം തീയതിക്ക് പ്രത്യേകത? നിങ്ങൾക്കൊന്നും അതൊന്നും അറിയത്തില്ല. 1-ാം തീയതിക്ക് വലിയ പ്രത്യേകതയാ. നിന്റെ അമ്മ എവിടെ? അമ്മയെ കൊണ്ടൊന്ന് വിളിച്ചേ. അമ്മേ അമ്മേ, എന്തോ അച്ഛടുത്ത് വിളിക്കുന്നേ? എടി സീതേ, നാളെ 1-ാം തീയതി അല്ലേ? 1-ാം തീയതിക്ക് ആരെങ്കിലും വിളിച്ചായിരുന്നോ? എന്റെ പൊന്നമ്മേ, ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. മരട്ടാണെന്നൊന്നും ഒരു വിശ്വാസമൊന്നും ഇല്ല. വിശ്വസിക്കാത്തോണ്ട് അങ്ങനെയൊക്കെ കിടക്കുന്നേ. 1-ാം തീയതിയൊക്കെ വിശ്വാസം വേണം. അമ്മേ, അതൊക്കെ പണ്ടാ അമ്മേ. ഇപ്പൊ അതൊന്നും ഇല്ല അമ്മേ. ഒന്ന് പോവച്ചേ. എന്റെ കുഞ്ഞുനാളിലേ ഉള്ളൊരു ആചാരമായി 1-ാം തീയതി ഇരിക്കുന്നത്. 1-ാം തീയോ? അതെന്താ 1-ാം തീയതി? പൊന്നമ്മേ, മനുട്ടിനൊന്നും ഒരു വിശ്വാസമൊന്നുമില്ല. ചുമ്മാ നിന്റെ മനു ഇങ്ങനെ കിടക്കുന്നേ. എന്റെ മനുട്ടിന് ഒരു കുഴപ്പമില്ല. അമ്മ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാതിരുന്നാ മതി. ഇല്ലേ, എന്റെ ചാടി കളിക്കാൻ വരുന്ന എന്തിനാ? അമ്മ ഇപ്പൊ എന്താ പറയുന്നേ? എന്റെ ആങ്ങയില്ലേ രാഘവേ, അവനെ വിളിച്ച് 1-ാം തീയതി ഇരിക്കാം. എന്തോ ഒരു ഐശ്വര്യമാണെന്ന് അറിയാമോ അവനെ? ഏത് രാഘവ മാമനോ? അതെന്നാത്തിനാണ് രാഘവൻ നേട്ടം വെച്ചിരിക്കുന്നേ? എന്റെ പൊന്നമ്മേ, രാഘവ മാമനെ വിളിച്ച് 1-ാം തീയതി ഇരിക്കാനോ? രാഘവ 1-ാം തീയതി വീട് അറിയാവോ? ഐശ്വര്യവാനോ ഐശ്വര്യ കുടുംബം. എന്റെ പൊന്നമ്മ, ഒന്ന് ചിരിപ്പിക്കാതെ ഒന്ന് പോയേ. രാഘവ മാമനിക്ക് എഴുതി നിൽക്കാൻ ആരോഗ്യമില്ല, പിന്നെ 1-ാം തീയതി ഇരിക്കാൻ പോകുന്നേ. എന്റെ രാഘവനെ വിളിച്ചൊന്ന് 1-ാം തീയതിക്ക് നോക്ക്. അപ്പൊ കാണാൻ നിനക്ക് ആ മാസത്തെ ഒരു മാസത്തെ ഐശ്വര്യം എന്താണെന്ന്. അമ്മേ, എനിക്ക് രാഘവ മാമനെ ഒന്ന് വിളിച്ചാലോ? അമ്മ പറയുന്നതിൽ കാര്യമൊക്കെ ഉണ്ട്, പക്ഷേ മനോട്ടൊന്നും വിശ്വാസം ഇല്ല അമ്മേ. അവ അറിയണ്ട, അവ അറിയാതെ നമുക്ക് രാഘവനെയൊക്കെ വിളിക്കാം. ഒരു കാര്യം ചെയ്യേ, അമ്മ അമ്മാവനെ ഒന്ന് വിളിക്ക്. നാളെ രാവിലെ തന്നെ 1-ാം തീയതിക്ക് വരാൻ പറ. ശരി ശരി, ഞാൻ കുറച്ചു കഴിഞ്ഞ് ഫോൺ വിളിക്കാം. ഏതാ ഈ രാഘവ അമ്മാവേ? കൊച്ചേ, വായി നോക്കിയിട്ട് തൂത്തൊന്ന് ഇറക്കിക്കാം അങ്ങോട്ട്. രാവിലെ തന്നെ അവനെ വിളിച്ചേക്കാം. ഞാൻ അവന് വേറെ എവിടെയെങ്കിലും 1-ാം തീയതിക്ക് പോകണമെങ്കിലോ അങ്ങോട്ട് തന്നെ വരാൻ പറയാം. ദേവിയെ രക്ഷിക്കണേ. സീതേ സീതേ, അയ്യോ മനോട്ട് ഇറങ്ങിയോ? എനിക്ക് നേരത്തെ പോണോടി. ഞാൻ ഇറങ്ങും കേട്ടോ. മനോട്ടാ, ഫുഡൊന്നും റെഡി ആയില്ല മനോട്ടാ. സാറിന് ഉച്ചയ്ക്ക് വരുമ്പോ കഴിച്ചോളാം. ഞാൻ ഉച്ചയ്ക്ക് നേരത്തെ വരും. അത് പിന്നെ മനോട്ടാ, നാളെ രാഘവമാവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഏത്? അയ്യോ, എനിക്ക് നടക്കാൻ പറ്റാത്ത രാഘവമാവനോ? അയ്യോ, അമ്മാവൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അമ്മാവൻ ഇപ്പൊ വടി കുത്തിങ്ങനെ നടക്കും അമ്മാവൻ. ശരി ശരി, വരട്ടെ. അതെ, അമ്മാവൻ 1-ാം തീയതി ഇരിക്കാനാ വരുന്നേ. 1-ാം തീയതി ഇരിക്കാനോ? അതെന്താ 1-ാം തീയതി ഇരിക്കേ? അത് അമ്മയുടെ ചില വിശ്വാസങ്ങളാ മനേട്ടാ. നമ്മളായിട്ട് അതൊന്നും തെറ്റിക്കണ്ട. ഒന്ന് പോടി, ഒരു 1-ാം തീയതി. എനിക്ക് വിശ്വാസം നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. അത് ഞാൻ പറഞ്ഞു മനേട്ടാ അമ്മേടെ അടുത്ത്. പിന്നെ അമ്മയുടെ ഒരു വിശ്വാസമല്ലേ, അങ്ങനെ നടക്കട്ടെ. പിന്നെ അമ്മാവൻ കുറെ നാളായില്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അപ്പൊ അമ്മാവനെ ഒന്ന് കാണാമല്ലോ. ശരി ശരി, 1-ാം തീയതി 2-ാം തീയതി എന്തോ ഇരിക്കട്ടെ, ഞാൻ പോവാ. എന്നോട് കളിക്കാൻ വരോ? എന്താ ലില്ലി മോളെ? ചേച്ചി എന്നോട് ബോൾ കളിക്കാൻ വരോ? ചേച്ചി ഇവിടേക്ക് തൂത്തിറക്കിട്ട് വരാം കേട്ടോ. മോള് കളിക്ക്. ചേച്ചി ഇപ്പൊ വരാം. വേഗം വരണേ. വേഗം വരാടി. ബോൾ എറിഞ്ഞ് കളിക്കാം. അയ്യോ, അമ്മ ഇപ്പൊ അതിനെ തല്ലുമല്ലോ. എന്താ മോളെ, എന്താ സൗണ്ട് കേട്ടെ? അയ്യോ ദൈവമേ, പൊട്ടിച്ചോ നീ ഇതുവരെ? ചേച്ചി അറിയാതെ എന്റെ ബോൾ വന്ന് വീട് കുപ്പി പൊട്ടിപ്പോയി ചേച്ചി. സാരമില്ല, നീ ഇങ്ങോട്ട് വരണ്ട. കുപ്പിച്ചില്ല എടുക്കുക. ചേച്ചി ഇതിനൊക്കെ പറക്കി കളയാം. ഇനി വേഗം പറക്കി കളയാം ചേച്ചി. നീ അവിടെ നിന്നാ മതി. ചേച്ചി ഇതിനെ പറക്കി കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ മതി കേട്ടോ, അല്ലെങ്കിൽ കാലിന് പൊത്ത് കയറും. എന്നിട്ട് അവിടെ ഒരു ബഹളം. അയ്യോ അമ്മ, എന്റെ ദൈവമേ, എന്നെ നശിപ്പിച്ചോ നീ? ചെറിയമ്മേ, ലില്ലി മോള് ബോൾ തട്ടി വീണതാ. കള്ളം പറയുന്നോടി അസത്തെ. ചെറിയമ്മേ, ഞാനല്ല ചെറിയമ്മേ. കുപ്പി പൊട്ടിച്ചിട്ട് അവൾ കള്ളം പറയുന്നോ? അയ്യോ പാവ ചേച്ചി. അമ്മേ, വഴക്ക് പറയല്ലേ അമ്മേ. നീ വഴക്ക് പറയാതെ കേറി പോ അങ്ങോട്ട്. ചെറിയമ്മേ, ഞാൻ പറക്കി കളയാം ചെറിയമ്മേ. നീ തന്നെ പറക്കി കളയണം. ഇവിടെ മൊത്തം വൃത്തിയാക്കി വേണം. സാധനം സൂക്ഷിക്കത്തില്ല, എല്ലാം പൊട്ടിച്ച് പൊട്ടിച്ച് കളഞ്ഞോളണം. ഞാനല്ല ചെറിയമ്മേ, ഞാനല്ല പൊട്ടിച്ചത്. എന്ത് പറയുന്നത് മോങ്ങിക്കൊള്ളണം. വൃത്തിയാക്കോ ചേങ്ങോട്. അയ്യോ പാവ ചേച്ചി. അമ്മേ, അമ്മ വഴക്ക് പറയല്ലേ അമ്മേ. 2 തല്ല് തരാനാണ് എനിക്ക് തോന്നുന്നേ. അച്ഛനോട് ഉള്ളോട് നിന്റെ ഭാഗ്യം. അല്ലെ 2 തല്ല് കിട്ടിയത് നിനക്ക് എന്റെ കയ്യിൽ. കരയാതെ വൃത്തിയാക്കോ ചേച്ചി അങ്ങോട്ട്. ദൈവമേ, മോളെ,
എന്താ ഇത്? ഓഹോ, ഉടനെ എന്നെ കുഞ്ഞിന്റെ തല കൊണ്ട് വെക്കാൻ നോക്കാണ് അവള്. ഇത് മിണ്ടാതിരിക്ക് കവിതേ. അവൾ എന്ത് തെറ്റിയതിന് മഹേഷേട്ടൻ ഇങ്ങനെ കൂട്ടുന്നോളൂ കേട്ടോ. കുഞ്ഞല്ലേ? ഒരു കുഞ്ഞ്. മോളി കിടക്ക്, അച്ഛൻ വൃത്തിയാക്കാം. എടുക്ക് മോളെ. ചേച്ചി, ഞാൻ കാരണം ചേച്ചിക്ക് ഒരുപാട് വഴക്ക് കിട്ടിയല്ലേ? ഞാൻ അമ്മയടുത്ത് പറയാം, ഞാനാ പൊട്ടിച്ചേന്ന്. വേണ്ട മോളെ, വേണ്ട മോളൊന്നും പറയണ്ട. ചിലപ്പോ മോളെ തല്ലിയാലോ? ഇല്ല, എന്റെ അമ്മ എന്നെ തല്ലത്തില്ല. സാരമില്ല. ഞാൻ പറയാം ചേച്ചി, ഞാനാ പൊട്ടിച്ചേന്ന്. വേണ്ട മോളെ. ഓഹോ, ആ കുറ്റെല്ലാം എന്റെ കുഞ്ഞിന്റെ തല കൊണ്ട് കെട്ടിക്കാൻ ശ്രമിക്കാണല്ലേ നീ? അയ്യോ, അല്ല, അല്ല ചെറിയമ്മേ, ഒരിക്കലും അല്ല. എടീ ഭയങ്കരി, നീ പൊട്ടിച്ചിട്ടിട്ട് ആ കുപ്പി പൊട്ടിച്ച എന്റെ കുഞ്ഞാണെന്ന് തെളിയിക്കുകയാണല്ലേ? അമ്മേ, അത് ചേച്ചിയല്ല പൊട്ടിച്ചത്, ഞാനാ പൊട്ടിച്ചത്. ഓഹോ, എന്റെ കുഞ്ഞിനെ കള്ളം പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങിയല്ലേ നീ? ഇല്ല, ഇല്ല ചെറിയമ്മേ, ഇല്ല, ഞാനൊരു കള്ളം പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഞാൻ? അയ്യോ, എന്താ ഇവിടെ ഒരു ബഹളം? അയ്യോ, ഒന്നുമില്ല, ഒന്നുമില്ല മനുഷ്യേട്ടാ, പിള്ളേരുടെ ഓരോ കുസൃതികളെ. അച്ഛാ, അച്ഛാ, ചേച്ചിയല്ല അച്ഛാ കുപ്പി പൊട്ടിച്ചത്, എന്റെ കൈകൊണ്ടാ പൊട്ടിപ്പോയത്. ആ സാരമില്ല, ഞാൻ അത് കളഞ്ഞല്ലോ. സാരമില്ല മക്കളെ, നിങ്ങൾ രണ്ടുപേരും പൊട്ടിച്ചാലും നമുക്കൊരു വിഷയവും ഇല്ല. ആ കവിതേ, എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. നീ പിള്ളേരെ നല്ലോണം നോക്കിക്കൊള്ളണം കേട്ടോ. പ്രത്യേകിച്ച് പറയണോ മഹേഷേട്ടാ, പിള്ളേർ ഞാൻ പൊന്നുപോലെ നോക്കത്തില്ലേ? അയ്യോ, ചെറിയ മോള് തനിച്ചല്ലേ ഉള്ളു മോളെ. എനിക്ക് അച്ഛമ്മയെ കാണാൻ കൊതിയാണ് ചെറിയമ്മേ. അത് അച്ഛൻ വന്ന് 2 ദിവസം കഴിഞ്ഞ് നമുക്ക് പോവാം. നോക്ക്, അച്ഛൻ്റെ അടുത്ത് പോണോ? അതെ അച്ഛാ, എനിക്ക് അച്ഛമ്മയുടെ 2 ദിവസം പോയി നിൽക്കണം. ഞാൻ വരുന്ന അച്ഛന്റെ കൂടെ. ഒരു കാര്യം ചെയ്യ്, മോള് റെഡി ആയിട്ട് വാ, അച്ഛൻ്റെ അടുത്ത് വീട്ടിലാക്കിയിട്ട് പോവാം. അയ്യോ, എന്താ മനേട്ടാ, ലില്ലി മോളുടെ ഒറ്റയ്ക്കല്ലേ ഉള്ളു, കളിക്കാനൊക്കെ ഇവിടെ ആരാ ഉള്ളു ലില്ലി മോക്ക്? ചേച്ചി, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളു, എന്നോട് കളിക്കാൻ ആരും ഇല്ലല്ലോ. ലില്ലി മോളെ വാ, നമുക്ക് അച്ഛമ്മയുടെ വീട്ടിൽ നിൽക്കാം. അതെന്താ മോളെ, ചെറിയ മോള് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? ഷോ, ഇപ്പൊ എന്താ ചെയ്യാ? എന്റെ അച്ഛൻ പോയിട്ട് വാ, ഞാനിവിടെ നിൽക്കാം. അച്ഛൻ വന്നിട്ട് നമുക്ക് അച്ഛമ്മയുടെ വീട്ടിൽ പോകാം. ആ ശരി ശരി. കവിതേ, പിള്ളേരെ നല്ലോണം നോക്കിക്കൊള്ളേ, പുറത്തൊന്നും ഇറക്കല്ലേ, നല്ല മഴയാട്ടോ. പ്രത്യേകം പറയണോ മഹേഷേട്ടാ? മക്കളെ ബൈ, അച്ഛൻ വരുമ്പോൾ മിഠായിക്ക് മേടിച്ചോണ്ടരാം കേട്ടോ. ആ വാങ്ങിക്കൊണ്ടുവരാം കേട്ടോ. മോക്കെന്താ വേണ്ടത്? ആ ശരി ശരി, വാങ്ങിക്കൊണ്ടുവരാം കേട്ടോ. ആ കവിതേ, ഞാൻ ഇറങ്ങണം കേട്ടോ. ആ ശരി മഹേഷേട്ടാ. എനിക്ക് നല്ല വിശപ്പുണ്ട്, എനിക്ക് ആഹാരം തരോ? അമ്മേ, അമ്മേ, പെട്ടെന്ന് ഫുഡ് എടുക്കാം, വേഗം കളിക്കാൻ പോണം അമ്മേ. ആ മുത്തലക്ഷ്മി, കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് മക്കളെ, അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി തന്നെ, എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ചെറിയമ്മേ, എനിക്ക് ഒട്ടും നിൽക്കാൻ വയ്യ, വിശന്നിട്ട് എനിക്ക് വയർ കത്തുന്നുണ്ട്. അതെ, ഫുഡ് തരാൻ ചെറിയമ്മ, ആദ്യം പാത്രം ഒന്ന് കഴുകി തന്നെ. വാങ്ങോട്ട്. ഞാൻ സഹായിക്കാം ചേച്ചി. വേണ്ട, മോളെ കൊണ്ട് പറ്റത്തില്ല. ചേച്ചി പോയി ഒക്കുന്നത് പോലെ സഹായിച്ചു കൊടുത്തിട്ട് വരാം. അമ്മയുടെ ഒരു കാര്യം, ഒരു നേരെ കളിക്കാൻ താമസിക്കത്തില്ല. നാളെ രാവിലെ അമ്മ വരും മനേട്ടാ. നിന്റെ അമ്മയുടെ ഓരോ വിശ്വാസങ്ങളെ, അമ്മയുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ മനേട്ടാ, നടക്കട്ടെ അങ്ങ്. ആ എന്തോ അത് ചെയ്യ്, എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഉറക്കവും വരുന്നില്ലല്ലോ. ദൈവമേ, ഇത് എന്നെ കൂർക്കം വലിയ പൊതച്ചു മൂടി കിടക്കാം. ആ, ഇത് തന്നെയാ സീതയുടെ വീട്. ഇത്ര വർഷമായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അല്ലേ എന്റെ ദൈവമേ, ഇത് ആരാ? രാഘവൻ ചേട്ടനോ? ആ ശാരദേ, ഞാൻ വെളുപ്പിലെന്താ ബസ്സിൽ ഇങ്ങ് പോന്നു. നീ വിളിച്ചപ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ രാഘവൻ ചേട്ടാ, അവിടെ നിൽക്കുന്ന പെട്ടെന്ന് കേറ് രാഘവൻ ചേട്ടാ. ആ കേറാം കേറാം. പണ്ടത്തെ കണക്ക് ആരോഗ്യമൊന്നും ഇല്ലെന്ന് നിനക്ക് അറിയാമല്ലോ. അയ്യോ, വലത് കാലം വെച്ച് കേറ് രാഘവൻ ചേട്ടാ, 1-ാം തീയതി അല്ലേ ഇന്ന്? അമ്മാവൻ വന്ന് കേറ് രാഘവൻ ചേട്ടാ. ധൃതി പിടിക്കാതെ. കണക്ക് കാലിനൊന്നും വലിയ സ്വാധീനമൊന്നും ഇല്ലടി. ഉള്ള കാലം വെച്ചാൽ കേറ് രാഘവൻ ചേട്ടാ.